ഉടമ്പടി കേട്ട ഉടനെ അവരോട് ബാക്കിയുള്ള ഒരു ജനറൽ അവരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഓടി ചെല്ലുകയാണ്. വിവരം പറഞ്ഞ് ഷാവുഷങ് കൊട്ടാരത്തിൽ നിന്നും തന്റെ വീട്ടിലേക്ക് ഓടുകയാണ്. എല്ലാവരും കൂടെ അടിപിടിയാവുന്ന സമയത്ത് യുൻഷാൻജിയന് രക്ഷക്കെത്തുകയാണ്. അവന് രാജാവിന്റെ കാല് പിടിച്ചുകൊണ്ട് മറ്റൊരു ഉടമ്പടിയുമായിട്ടാവും എത്തിയിട്ടുണ്ടാവുക. ലിംബോയുടെ ഫിയാൻസി ആയതുകൊണ്ട് തന്നെ ഷാവുഷങ് ചെൻ കുടുംബവുമായിട്ടുള്ള പ്രശ്നത്തില് പങ്കാളിയല്ല എന്നും ബാക്കിയുള്ളവരെ യുൻഷാൻജിയന്റെ കീഴിലുള്ള സംഘം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതുമാണെന്ന് ജനറലിനോട് പറയുമ്പോൾ ദേഷ്യത്തോടെ അവിടെ നിന്നും ഇറങ്ങിപ്പോവുകയാണ്. പക്ഷേ തന്റെ കുടുംബത്തോടൊപ്പം ഷാവുഷങ്ങും ജയിലിലേക്ക് പോകാൻ വാശി പിടിക്കുകയാണ്. ലിംബു തന്നെ വിവാഹം കഴിക്കുന്നതുവരെ താൻ ചെൻകുടുംബത്തിന്റെ ഒരു അംഗമാണെന്നും അവൾ പറയുന്നു. ഇത് കേട്ട ഉടനെ തന്നെ അവളുടെ അമ്മ മുഖത്തടിച്ചുകൊണ്ട് ഇങ്ങനെ പറയും, ചെൻകുടുംബം ഇപ്പോ നാശത്തിന്റെ വക്കീലാണ്. നിന്റെ അച്ഛൻ എവിടെയാണെന്ന് പോലും ഇപ്പോൾ ആർക്കും അറിയില്ല. നീ ഞങ്ങളുടെ അവസാനത്തെ രക്തമാണ്. നിനക്കെന്തെങ്കിലും ആപത്ത് നീ വരുത്തി വെച്ചാൽ ഞങ്ങളാരും നിനക്ക് പുറത്തു തരില്ല എന്നും പറഞ്ഞ് അമ്മ ദേഷ്യത്തോടെ അവിടെ നിന്നും ഇറങ്ങി പോവുകയാണ്. അവള് യുൻഷാൻജിയനോട് തന്റെ കുടുംബത്തിന് ഇനി ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാൻ താൻ അനുവദിക്കില്ല എന്ന് പറയുന്നു.